നമസ്തേ. യേശുവിൻ്റെ ജനനം മനുഷ്യരുടെ ഇടയിൽ പാർത്ത ലാളിത്യത്തിൻ്റെ ജനനം കൂടിയാണ്. കന്നുകാലികൾക്കിടയിൽ പഴന്തുണിയിൽ പൊതിഞ്ഞ ഒരു കുഞ്ഞ്. ഒട്ടും ഹൈജീനിക്കല്ല പരിസരം. ശരിക്കും അവിടെ മുതൽ താൻ നമ്മുടെ ശുദ്ധാശുദ്ധങ്ങളോട് കലഹിക്കുന്നുണ്ട്. ദൈവമാണ്. ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കുന്നില്ല. തന്നെത്താൻ താഴ്ത്തിയിറങ്ങുകയാണ്. കുരിശിലെ മരണത്തോളമുള്ള പ്രയാണമാണ്. ധർമ്മ സംസ്ഥാപനം എത്രയോ ലളിത സുന്ദരമാണ് എന്ന് ക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരം ഓർമ്മിപ്പിക്കുന്നു. ഗിരിഗീതയിൽ താൻ പറയുന്നു, ചിത്തശുദ്ധിയുള്ളവരത്രേ ധന്യന്മാർ, അവർ ദൈവത്തെ സാക്ഷാത്കരിക്കും. ആത്മസാക്ഷാത്കാരത്തിനുള്ള മുഖ്യ സാധന ചിത്തശുദ്ധിയാണ്. അതിലേക്ക് സഹായകമായ സാധനങ്ങളാണ് സൽക്കർമ്മങ്ങളും സദാചാരനിഷ്ഠയും സാമൂഹ്യ സേവനവും മറ്റും. പക്ഷേ നമ്മുടെ മതപ്രവർത്തനങ്ങൾക്ക് ലക്ഷ്യത്തിൽ നിന്ന് അല്പം വിലോപം വന്നു ഭവിച്ചിരിക്കുന്നുവോ? പുറം വെടിപ്പാക്കലിൻ്റെ പരിശ്രമങ്ങൾക്കിടയിൽ അകം വെടിപ്പാക്കലിൽ നിന്ന് മറക്കുന്നുവോ? നമ്മുടെ പ്രദർശന മത്സരങ്ങൾ ആത്മപ്രകാശനത്തിൽ നിന്ന് നമ്മെ തടുക്കുന്നുണ്ടോ? വെറും നിലത്തെ പൊടിയാണ് സുഹൃത്തെ നാം. ഈ മണ്ണോട് ചേരേണ്ടതാണെന്ന ഒരോർമ്മ നമ്മെ എത്രമേൽ വിനീതരാക്കും. താഴ്മയ്ക്കുള്ള പദമാണല്ലോ ഹ്യൂമിലിറ്റി. ഇതിന് മണ്ണുമായി ഒരു ബന്ധമുണ്ടത്രേ. ഹ്യൂമസ് എന്ന ലാറ്റിൻ പദത്തിൽ നിന്നാണ് ഹ്യൂമിലിറ്റി എന്ന പദത്തിൻ്റെ നിഷ്പത്തി. ഹ്യൂമസ് എന്നാൽ ഫർട്ടൈൽ ലാൻഡ്, ഫലഭൂയിഷ്ടമായ നിലം. മണ്ണിൻ്റെ ഭാവമാണത്രേ താഴ്മ. ശരിയല്ലേ? എത്ര ചവിട്ടടികളേറ്റാലും എച്ചിലുകളെയും മാലിന്യങ്ങളെയും മറുത്തൊന്നും പറയാതെ സ്വീകരിച്ച് തിരികെ എപ്പോഴും പുതിയ മുളകളും അതിൻ്റെ ഫലങ്ങളും അതിൻ്റെ തണലും മാത്രം നൽകുന്ന മണ്ണ്. സോ ഹ്യൂമിലിറ്റി ഈസ് എ ക്രിയേറ്റീവ് റെസ്പോൺസ്. നനഞ്ഞ മണ്ണ് കുഴച്ചാണ് ദൈവം മനുഷ്യനെ ഉണ്ടാക്കിയതെന്ന് വേദം പറയുന്നു. നാം അത് മറക്കുന്നു. എന്നിട്ട് ദൈവത്തിൻ്റെ കയ്യിൽ പറ്റിയ ചെളി നമ്മുടെയും നമ്മുടെ കുട്ടികളുടെയും കാലിൽ പറ്റാതിരിക്കാൻ മുറ്റം നിറയെ ഇന്റർലോക്ക് ഇഷ്ടിക പാകുന്നു. ഹരിത കേരളം തുടങ്ങിയത് കൊണ്ടല്ല ഇത് പറയുന്നത്. സഖാവേ, ഉട്ടോപ്യൻ വിപ്ലവം പറയുകയാണെന്ന് വിചാരിക്കരുത്. നമ്മുടെ പള്ളിപ്പറമ്പുകളിൽ പള്ളിമേടകളും സ്വർണ്ണ കൊടിമരങ്ങളും പടിപ്പുര വാതിലുകളുമൊക്കെ പണിത ശേഷം മിച്ചം വരുന്ന സ്ഥലത്ത് ഇഷ്ടിക പാകി ഭൂമിയെപ്പോലും വെള്ളമിറങ്ങിച്ചാകാൻ സമ്മതിക്കാതിരിക്കുന്നതിലും ഭേദമല്ലേ ഇത്തിരി കപ്പയോ ചേനയോ പച്ചക്കറികളോ നട്ടുവെക്കുന്നത്? ഇനി ഒരു പശു വന്ന് കയറിയാലും നീ പരിഭവിക്കേണ്ട. നമ്മുടെ തമ്പുരാന് അതൊരു പ്രശ്നമാകില്ലെന്നാണ് ബേത്ലഹേമിലെ കാലിത്തൊഴുത്തിൽ അവനെ കണ്ട ഇടയന്മാർ പറയുന്നത്. ആന്തരിക ശുദ്ധിയുടെ ഒരു സംസ്കാരം പുലർത്തുവാനാണ് മനുഷ്യാവതാരം നിർബന്ധിക്കുന്നതത്രേ. സ്വാമി വിവേകാനന്ദൻ പറയുന്നു, സംസ്കാരവും പരിഷ്കാരവും തമ്മിൽ ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ. പരിഷ്കാരം നന്നായൊന്ന് മുഖം കഴുകിയാൽ പോകും. സംസ്കാരം അങ്ങനെ പോകുന്ന ഒന്നല്ല. തിരുജനനത്തിൻ്റെ ഈ ലാളിത്യം നമ്മുടെ അഹങ്കാര പ്രദർശനങ്ങൾക്ക് ഒരു മറുമരുന്നാണെന്ന് കൂടി ഓർമ്മയിലിരിക്കട്ടെ. ആദരവോടെ സക്കേർ.